നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ. ഇത് തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറിലാണ് ട്ടോ കൂടും കൊണ്ടുവന്നുള്ളത്. അതായത് എയർപോർട്ടിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്, എന്നാൽ മലപ്പുറം ജില്ലയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പരമാവധി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വരുന്ന വർക്കുകളൊക്കെ കേട്ടോ. നമ്മളിപ്പോൾ നെറ്റ് ബോൾട്ട് ടൈപ്പൊക്കെ നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഗേജൊക്കെ നമ്മൾ പരമാവധി കേരളത്തിൽ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലയിടത്തേക്ക് നമുക്ക് വണ്ടി വാടക ചെറിയ പ്രശ്നം വരുമ്പോൾ മാത്രമേ ഒന്ന് ഡിലേ വരാറുള്ളൂ. എന്നാലും നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ നെറ്റ് ബോൾട്ട് ചെയ്തിട്ട് പാർസൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ABTയുടെ പാർസൽ സർവീസ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ പാർസൽ അയച്ചും കൊടുക്കുന്നുണ്ട്. പിന്നെ ട്രെയിൻ വഴിയും പാർസൽ അയക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തുള്ള കൂടെ നല്ലൊരു ഹസ്കിക്ക് വേണ്ടി ചെയ്തുള്ള കൂടെ കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തുള്ളത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യം വേണം. അത് മാത്രമല്ല അവർ ശരിക്കും പറഞ്ഞാൽ AC-യിലൊക്കെ വളരുന്ന ടീമുകളാണ്. വീടിൻ്റെ ഉള്ളിലാണ് കൂടുതൽ വളരുക. അപ്പോൾ അവർക്ക് അതിനായ സൗകര്യത്തിന് വേണ്ടിയാണ് കുറച്ച് വലുപ്പത്തിൽ ചെയ്തുള്ളത്. ഹൈറ്റും ഉണ്ട് അത്യാവശ്യം. പിന്നെ അത്യാവശ്യം തണലുള്ള സ്ഥലമാട്ടോ. അപ്പോൾ അതിൻ്റെ തണലിൻ്റെ ഇടയിലേക്ക് കയറ്റി വയ്ക്കും കുറച്ചുകൂടി. അപ്പം നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ വെച്ചിരുന്നുള്ളൂ. അത്യാവശ്യം നല്ല തണലത്തേക്ക് കയറ്റി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. പിന്നെ ഇത് ഫുൾ ടൈം കൂടുതൽ നിൽക്കുന്ന ഡോഗൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 അടി നീളമുണ്ട് കേട്ടോ. കൂടിൻ്റെ നീളം 6 അടിൻ്റെ, വീതി 4 അടി, 5 അടി ഉയരം, കാലുയരം 1 അടി. അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള കൂടാണ്. പിന്നെ അതിൻ്റെ വേസ്റ്റ് ട്രേ ഉണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രേ ആണ് യൂസ് ചെയ്യാറ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയും. നല്ല പറയുന്ന കാരണം വെച്ചാൽ പലർക്കും അറിയാത്തതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇരുമ്പൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ കൊല്ലം കൊണ്ട് തുരുമ്പിടിച്ച് പോകുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കിലേക്ക് മാറിയത്. അപ്പോൾ വേസ്റ്റ് ട്രേ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ട്രേ ആണ്. അപ്പോൾ ഒരു കാരണവശാലും കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പോൾ തന്നെ നമ്മളൊരു ഡ്രോപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്തി വെച്ച് ഡ്രോപ്പർ ഇട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേസ്റ്റൊക്കെ നമുക്ക് വെള്ളമടിച്ച് കഴുകാൻ സൗകര്യമാണ്. ആ വേസ്റ്റ് കറക്റ്റ് പാത്തി കൂടെ അതിൻ്റെ അടുത്തൊരു റിങ് താത്താണെങ്കിൽ, ഇപ്പോൾ ഇവർക്കൊക്കെ അവിടെ തൊട്ട് തന്നെ ഇറക്കമുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു റിങ് താത്താണെങ്കിൽ നേരെ ആ റിങ്ങിലേക്ക് വേസ്റ്റ് പൊക്കോളും. പിന്നെ ഡോഗിനെ ഇതിലിട്ട് കുളിപ്പിക്കാനും സൗകര്യമാണ് കേട്ടോ. ഒരാൾക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് സുഖമായിട്ട് ഡോഗിനെ കുളിപ്പിക്കാം. പിന്നെ കൂട് കഴുകി വൃത്തിയാക്കാൻ സൗകര്യം. ശരിക്കും പറഞ്ഞാൽ ഇടയിൽ ദിവസങ്ങളിൽ തന്നെ കൂട് കഴുകി വൃത്തിയാക്കണം നല്ലതാണ് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ ഇവരെ യൂറിൻ ചില ഡോഗ്സൊന്നും ഇതിലൊന്നും സാധിക്കില്ല. ട്രെയിൻഡ് ഡോഗുകളൊന്നും സാധിക്കില്ല. അല്ലാത്തവരുണ്ടല്ലോ അവരൊക്കെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരുത്തുണ്ട്. അവൻ 2 കുര വരയ്ക്കും. അത് ആള് വന്നില്ലെങ്കിൽ അപ്പം കലക്കും കൂടിനുള്ളിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്കൊക്കെ ആകുമ്പോൾ നമുക്കിതാ നല്ലത്. വെള്ളടിച്ച് കഴുകാനും സൗകര്യമാണ്. അവരതിലിട്ട് കുളിപ്പിക്കാനും സൗകര്യമാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക് ഫ്ലോറിൻ്റെ ഗുണം നമുക്ക് അറിയാലോ. പരമാവധി ത്വക്ക് രോഗങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടും പറ്റുന്നത്. മരമൊക്കെ ചെയ്യുമ്പോൾ വെച്ചാൽ സംഭവം ചൂടിനും കാര്യത്തിനൊക്കെ നല്ലതാണെങ്കിലും മരം കുറച്ച് ചെയ്യുമ്പോഴേ ഇവരുടെ യൂറിനും അതുപോലെ തന്നെ ഇതൊക്കെ ചെല്ലുമ്പോൾ നനവൊക്കെ തട്ടുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് പിന്നെ ത്വക്ക് രോഗങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡോഗ്സൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നന്നായി ശ്രദ്ധിക്കണവരെയൊക്കെ. ഇതൊക്കെ രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. തണവ് വല്ലാണ്ട് ചൂട് പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് ഫ്ലോർ അതാണ് ഏറ്റവും മെയിനായിട്ട് ഗുണം. പിന്നെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അടിയിൽ വേസ്റ്റ് ഇട്ടാൻ വേണ്ടി ആകുമ്പോൾ നമുക്ക് സ്മെല്ലും കുറയ്ക്കാം. ഡെയിലി വാഷ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്മെല്ല് കുറയ്ക്കാം. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഉള്ളിലിട്ട് കുളിപ്പിക്കാനും വളരെ സുഖമാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ വേസ്റ്റ് ഇട്ടാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വെള്ളം കറക്റ്റ് അങ്ങോട്ട് പൊക്കോളും, വേസ്റ്റിൻ്റെ വെള്ളം പൊക്കോളും. പിന്നെ അതിന് വേണ്ടി പുറത്തിറക്കണ്ട. പിന്നെ മണ്ണിലിറക്കി പിന്നെ രണ്ടാമത് കയറ്റുമ്പോഴേക്കും മെനക്കെടാം. അപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഫ്രെയിമൊക്കെ ചെയ്തത് നമ്മൾ സ്ക്വയർ പൈപ്പിലിട്ടാണ്. ഫുള്ള് സ്ക്വയർ പൈപ്പിൽ ചെയ്തുള്ളത്. അതിപ്പോൾ ചിലർ കമ്പി ചെയ്യാൻ പറയും. അങ്ങനെ കമ്പി ചെയ്യാൻ പറയുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ സ്ക്വയർ പൈപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. കമ്പിനായിട്ട് നല്ലതാണ് സ്ക്വയർ പൈപ്പ്. മറ്റേ നമ്മൾ പെട്ടെന്ന് തുരുമ്പ്, ഇത് ഒരു GB പൈപ്പ് ആകുമ്പോൾ ഒരു കോട്ടിങ് ഉള്ള കാരണം നമുക്ക് പെട്ടെന്നൊന്നും തുരുമ്പ് കയറില്ല. പിന്നെ നമ്മളിതിൻ്റെ മേലെ എപ്പോക്സി പ്രൈമർ അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കോട്ടിങ് തന്നെ എപ്പോക്സി പ്രൈമറും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റമറിന് ആവശ്യത്തിന് വേറെ കളർ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കളർ ചെയ്ത് കൊടുക്കും. അതിന് എക്സ്ട്രാ ചാർജ് വരുന്നുള്ളൂ. അത് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. ചിലർ മാത്രം അങ്ങനെ പറയാറുള്ളൂ. ബ്ലാക്കും വൈറ്റും ചെയ്യാറുണ്ട്. പിന്നെ വേറെ കളേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിലെ തീറ്റപ്പാത്രം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാരണവശാൽ പുറത്തേക്ക് എവിടേക്കാണ് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാണ്ട് വരുമ്പോൾ പുറമെ നമ്മളെ റിലേറ്റീവ്സിന് തൊട്ടടുത്തുള്ളൊരു അറിയാ അയൽവക്കക്കാരന്
ഡോഗിന് വെള്ളമോ തീറ്റയോ കൊടുക്കാൻ പേടിയുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കാകുമ്പോൾ ഈ ഇതിലങ്ങോട്ട് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ, ഈ തീറ്റപ്പാത്രം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സുഖമായിട്ട് നമുക്ക് ഒരു ഡോർ തുറന്ന് തീറ്റ കൊടുക്കാം, വെള്ളം കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് വളരെ എളുപ്പമാണ് അവർക്ക് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ റോട്ട് വീലർ പോലുള്ള വലിയ ഡോഗ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും അവർക്ക് വലിയ പാത്രം നന്നായി തിന്നുന്ന ടീമുകളാണ്. അപ്പോൾ അവർക്ക് തൽക്കാലത്തിന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് സാധാരണ നമ്മൾ വലിയ പാത്രത്തിൽ തന്നെ കൊടുക്കുക. പക്ഷെ ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഈ പാത്രം കണ്ടോ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള തീറ്റ പാത്രമാണ്. ഇപ്പം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പേടിയുള്ളവർക്ക്, അതായത് വീട്ടിലുള്ള ചിലർക്ക് പലർക്കും പേടിയുണ്ടാവും നായനെ, അല്ലെങ്കിൽ അവർ അങ്ങനെ കപ്പാൻ വരുമ്പോഴൊക്കെ അവർ പേടിയുണ്ടാവും. അപ്പം അത് അവർക്ക് വീട്ടിലുള്ളവർക്ക് കൊടുക്കാനും പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ പുറത്തുള്ളവർക്ക് ഒന്ന് ഡോഗിനെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട്. പിന്നെ വേസ്റ്റ് ട്രേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയൊക്കെയാണ്. പിന്നെ മേലത്തെ ക്രിമ്പിങ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീസൺ അടിക്കാതിരിക്കാൻ വേണ്ടി വളവുകൾ കൊടുക്കണം. നമ്മൾ വീട് പോലെ ഡ്രസ്സ് ചെയ്തവർക്കും ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഓരോരുത്തർക്ക് ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്നത് ക്രിമ്പിങ് ഷീറ്റാണ്. പിന്നെ ഡ്രസ്സ് വേണവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. തൃശ്ശൂർ വാടാനപ്പള്ളിയാണ് നമ്മുടെ സ്ഥലം. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ബോർഡറിൽ, എന്താ പറയുക, മലപ്പുറം ജില്ലയിലാണ്, കോഴിക്കോടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മൾ ഡെലിവറി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ പുറത്താണ്, ആള് വിളിച്ച് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടെന്ന് നമ്മൾ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ആള് വിളിച്ച് പറഞ്ഞ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ എല്ലായിടത്തും നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ. കേരളത്തിൽ എവിടെയാണ് നമ്മൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ നായക്കൂട് മാത്രമല്ല, നമ്മൾ ആട്ടുംകൂടുണ്ട്, കോഴിക്കൂടുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നമുക്ക് ഒരു 10 to 15 ദിവസത്തിനുള്ളിലൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തിച്ചു തരും. പാർസൽ വേണമെങ്കിൽ അങ്ങനെ എത്തിച്ചേരും. അതല്ല നമുക്ക് നേരിട്ടിട്ട് വണ്ടിയിൽ കൊണ്ടുവന്ന് സെറ്റ്. ഇപ്പോൾ ഇത് നമ്മൾ നെറ്റ് ബോൾട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്താൽ മതി പറഞ്ഞു. അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമുള്ള പറഞ്ഞപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഷീറ്റ് അടിക്കാണ്ടൊക്കെ ഇനി കൊണ്ടുപോയില്ല, അവൾ വീട്ടിൽ വന്നിട്ട് ആ ഷീറ്റ് അടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ടൈപ്പും നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി, നമുക്ക് നിങ്ങളെ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ആട്ടുംകൂടായാലും നായക്കൂടായാലും എല്ലാം നമ്മൾ ഒന്നും സെറ്റ് ചെയ്യുന്നുണ്ട്. കോഴിക്കൂട്, പിന്നെ ഗ്യാസ് സിലിണ്ടറിൻ്റെ കുറ്റി, കിളികളുടെ കേജുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തോളൂ, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.